എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ഏകദേശം 12 കോടി ഭക്തജനങ്ങൾ പവിത്രമായ 3 നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം ചെയ്തു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകുന്നത്. ഈ കുംഭമേള 2025 മഹാകുംഭമേള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 144 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കുംഭമേളയാണ് മഹാകുംഭമേള. പൂർണ്ണ കുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. അങ്ങനത്തെയുള്ള 11 കുംഭമേള കഴിഞ്ഞ് നടക്കുന്ന ഒരു കുംഭമേളയാണ് മഹാകുംഭമേള. അതായത് 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കുംഭമേള. അപ്പോൾ ഈ കുംഭമേളയ്ക്ക് ഏകദേശം ഉത്തർപ്രദേശ് സർക്കാർ എക്സ്പെക്ട് ചെയ്ത് 45 കോടി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ്. പക്ഷേ ഇതുവരെയുള്ള ഈ 5 ദിവസത്തെ കണക്ക് പ്രകാരം അവർ ചിന്തിച്ചതിനും അപ്പുറത്തെ ഭക്തജന പ്രവാഹമാണ് പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 60-65-70 കോടി ഭക്തജനങ്ങൾ ഈ ഫെബ്രുവരി 26 വരെ നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമാകുമെന്നാണ്. പക്ഷേ അവർക്കതിനൊരു പ്രശ്നമില്ല. യോഗി സർക്കാർ അതിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളും 2 വർഷം മുന്നേ 2023 തൊട്ട് തന്നെ രണ്ടാം യോഗി സർക്കാർ അധികാരം എടുത്തതിന് ശേഷം തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തത്, അവർക്കറിയായിരുന്നു ഈ മഹാകുംഭമേള ഗ്രാൻഡ് സക്സസ് ആയിരിക്കും, ഇത്രയും ഭയങ്കര ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നും അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതൊക്കെ യോഗിയുടെ ഒരു സൂപ്പർവിഷൻ ആട്ടോ. അപ്പോൾ അത്തരത്തിലൊരു സൂപ്പർവിഷനിലൊരു CM, അതായത് നേരത്തെ 2 വർഷം മുന്നേ തന്നെ മുൻകൂട്ടി കണ്ട് ഏകദേശം 100 കോടി ആൾക്കാർ വന്നു പോയി കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള സെറ്റപ്പുകൾ, സൗകര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും അങ്ങനത്തെ ഡെവലപ്മെൻറ്റ് യോഗി സർക്കാർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി 60 കോടിയായാലും 70 കോടിയായാലും അവർക്ക് വിഷയമേ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 100 കോടി ഭക്തജനങ്ങൾ അവിടെ വന്ന് പോകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഉണ്ടല്ലോ, ആൾക്കാർ ഇതിൻ്റെ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ വിശദീകരിക്കുമ്പോഴല്ലോ, ഉത്തർപ്രദേശ് സർക്കാർ ഒഫീഷ്യൽസ് വിശദീകരിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത് ഭയങ്കര തള്ളായിട്ട് തോന്നി. അതായത് 45 കോടി ഭക്തജനങ്ങൾ വരുന്നു, 7000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് അത് ദഹിച്ചില്ല. ഇവിടുത്തെ ഈ ഇസ്ലാമിക ജിഹാദികൾ ഫണ്ട് ചെയ്ത മാധ്യമങ്ങൾക്ക് അതൊന്നും ദഹിച്ചില്ല. അപ്പോൾ അവർ മാധ്യമങ്ങളോട് അവരുടെ സോഷ്യൽ മീഡിയ ഇതിലേക്ക് പ്രചരിപ്പിച്ചു, ഇത് വെറും തള്ളാണ്, ഇത് ശരിക്കും ഇത്രയും പൈസ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, 7000 കോടിക്ക് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ എന്ത് കാര്യം, ഇതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ്, അപ്പോൾ എന്ത് ബെനിഫിറ്റാണ് ഈ 7000 കോടി ഉത്തർപ്രദേശിലെ പാവങ്ങൾക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൂടെ, പാവങ്ങൾക്ക് എന്തെങ്കിലും സ്കീം ഉണ്ടാക്കിക്കൂടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ 2 വർഷം മുന്നേ തന്നെ ഇവിടെ അഴിച്ചുവിട്ടിരുന്നു. അതായത് ഇവിടുത്തെ ജിഹാദികൾക്ക് സഹിക്കുന്നില്ല ഈ കുംഭമേള ഇങ്ങനെ ഒരു ഗ്രാൻഡ് സക്സസ് ആണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഇത് കലക്കാൻ വേണ്ടി അവർ പല അട്ടപ്പുകളും പയറ്റി, ഞങ്ങൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് തുടക്കത്തിൽ തന്നെ ഇവർ എന്താ പറയുക, ഇത് വഖഫ് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു, ഇത് തെളിവ് കാണിക്കണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന തെളിവ് കാണിച്ചിട്ട് താൻ പോയാൽ മതിയെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റിസ്വിയോട് പറഞ്ഞു. തെളിവ് കാണിച്ചിട്ട് പോയാൽ മതിയെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പോൾ അത് ഈ സുഡാപ്പി പെട്ടിരിക്കുകയാണ്, തെളിവ് കാണിക്കാൻ നെട്ടോട്ടം ഓടിയിരിക്കുകയാണ്. അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക, ഈ വഖഫ് നിയമങ്ങളൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഓടിച്ചിട്ടടിക്കും. അമ്മാതിരി ഇതാണ്. അതായത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഉദയ് പ്രതാപ് സിംഗ് കോളേജിന് 500 ഏക്കർ ഭൂമിയിൽ ഈ സുഡാപ്പികൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അത് എങ്ങനെയാണെന്നൊരു അവകാശവാദം ഉന്നയിച്ചത്, അതായത് ഈ കോളേജിൻ്റെ മതിലിന് വെളിയിലായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയോട് ചേർന്ന് ഈ മതിലിനോട് ചേർന്ന് ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഖബർസ്ഥാൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഏക്കർ കണക്കിന് ഭൂമിക്ക് വേണമെങ്കിൽ ക്ലെയിം ഉന്നയിക്കാം വഖഫിന്. അതാണ് 2013 അവസാനം വഖഫ് ഭേദഗതി ചെയ്യുമ്പോൾ മൻമോഹൻ സിംഗ് കോൺഗ്രസ് സർക്കാർ അവസാനമായി അമെൻഡ് ചെയ്ത ബില്ലിൽ എഴുതി പിടിപ്പിച്ചൊരു സംഭവമായിരുന്നത്. അതായത് ഈ ഖബർസ്ഥാനോട് ചേർന്ന് എത്ര ഏക്കർ ഭൂമിക്ക് വേണമെങ്കിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉഡായ്പ സ്കീമുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി പാളെന്ന് യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്യുമെൻറ്റ്സ് കാണിക്കണം എന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം ഈ റിസ്വി സുഡാപ്പിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുംഭമേള കഴിയുന്നിടയിൽ തന്നെ അവൻ്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം സന്യാസ വേഷത്തിൽ 4 ഉസ്താദുമാരെ ഉത്തർപ്രദേശ് ഇൻ്റലിജൻസ് പൊക്കി. അതായത് കാര്യം എന്താണ് പറഞ്ഞുതരാം. സന്യാസ വേഷത്തിൽ ഇവർ കുംഭമേളയിൽ പ്രവേശിക്കുകയും അപ്പോൾ കൂടെയുള്ള സന്യാസിമാർക്ക് ഇവരുടെ പ്രവർത്തികളിൽ സംശയം തോന്നുകയും, സ്വാഭാവികമായിട്ടും കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവിടെ നടക്കുന്ന ചടങ്ങുകൾക്കും അവിടെ ഉച്ചരിക്കേണ്ട മന്ത്രങ്ങൾക്കും ഒക്കെ വ്യക്തമായൊരു ധാരണയുണ്ടാവും. പക്ഷേ ഇവരുടെ ചെയ്തികളിൽ നിന്ന് ഇവർ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളും അവർക്ക് സംശയം തോന്നി. അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അതായത് ഹിന്ദു മതത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും മന്ത്രോച്ചാരണങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു.
പക്ഷേ അവർക്ക് പറയാൻ പറ്റിയില്ല. അവരുടെ വാക്കുകളിൽ നിന്ന് സംശയം തോന്നി. ഈ കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാർ ഉത്തർപ്രദേശ് പോലീസിനെ അറിയിക്കുകയും ഉത്തർപ്രദേശ് പോലീസ് വന്ന് ഇവന്മാരെ പൊക്കുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള ഉസ്താദുമാരായിരുന്നു. അപ്പോൾ അവരുടെ പക്കൽ നിന്ന് ഖുറാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ലഘുലേഖകളും, അതായത് ഈ ഇസ്ലാമിനെ പൊക്കിയടിക്കുന്ന ഇസ്ലാം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ലഘുലേഖകൾ, അതായത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള, നമ്മുടെ പി ജയരാജൻ പറയുന്ന മാതിരിയിലെ എം ബി ജയരാജൻ പറയുന്ന മാതിരിയുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, ആ ക്യാപ്സ്യൂൾസിൻ്റെ രൂപത്തിലുള്ള ഇസ്ലാംസിൻ്റെ പല കാര്യങ്ങളും അവരുടെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം പോലീസ് ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവർ ബറേലിയിൽ നിന്നുള്ള ഉസ്താദുമാരാണെന്ന്. അവരുടെ ഉദ്ദേശം അവർ പോലീസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേളയെക്കുറിച്ച് പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ആധ്യാത്മിക പ്രസക്തിയെക്കുറിച്ച് പഠിക്കാൻ എന്നാണ് അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ ഭാഷ്യം. പക്ഷേ പോലീസ് വിശ്വസിച്ചില്ല. അപ്പോൾ അവർ ഉസ്താദുമാരാണെന്നും ഉത്തർപ്രദേശ് പോലീസ് വിശ്വസിച്ചില്ല. ഇവർ ശരിക്കും ബംഗ്ലാദേശ് പൗരന്മാരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അവർക്ക് ഏത് വിധേനയും ഇവിടുത്തെ കുംഭമേളയുടെ യശസ് ഇടിച്ച് തകർക്കാൻ അവർ പെടുകയാണ്. അവർ ഉദ്ദേശിച്ച് ഈ രീതിയിലല്ല. കുംഭമേള ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോളുകളും ഇതൊക്കെ ആയിട്ട് ട്രോൾ മെറ്റീരിയലാവും, ഹിന്ദു മതത്തെ അപകീർത്തിപ്പെടുത്താൻ ഒരുപാട് ട്രോൾ മെറ്റീരിയൽസ് ഇന്ന് ലഭിക്കുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത്. അതുമാത്രമല്ല, ഇവർ സോഷ്യൽ മീഡിയയിലൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുംഭമേള കാരണം ഒരുപാട് നാഗസന്യാസിമാർ വരും. നമുക്കറിയാം ഈ ഹിമാലയൻ നാഗസന്യാസി അഘോരികളൊക്കെ അധികം വസ്ത്രം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ട് നിറയും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചിന്തകളെല്ലാം മാറി, ചിന്തകളൊക്കെ തെറ്റിപ്പോയി. അതായത് എല്ലാം ഒരു ഗ്ലോബൽ ഇവൻ്റായി, അതായത് ഇന്ത്യയിൽ മാത്രം, ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പരിപാടി ആദ്യം ഇന്ത്യ മൊത്തം ഭയങ്കര ട്രെൻഡിങ് ആയി, പിന്നെ അതൊരു ഗ്ലോബൽ ട്രെൻഡിങ് ആയി. പല എന്തിനും ഇസ്ലാമിക രാജ്യത്ത് പോലും അത് ഭയങ്കര ട്രെൻഡിങ് ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ഇത്തരത്തിൽ കുംഭമേളക്ക് ഒരു ഗ്ലോബൽ ഒരു പോപ്പുലാരിറ്റി കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തിനും ആപ്പിളിൻ്റെ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ഇവിടെ വന്ന് സനാതനധർമ്മം സ്വീകരിച്ചു, അതായത് ഹിന്ദുമതം സ്വീകരിച്ച് കമല എന്ന പേരും സ്വീകരിച്ചു. അത് ശരിക്കും അമേരിക്കയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി. ഇപ്പോൾ കുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ട്രെൻഡിങ് ആണ്. ഗൂഗിളിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്നത് ഈ കുംഭമേളയെക്കുറിച്ചാണ്. കുംഭമേള വാർത്തകൾ, വീഡിയോകൾ, ഇതിന് പിന്നിലുള്ള സ്റ്റോറി, ഇതിൻ്റെ സനാതനധർമ്മം ഇതും തമ്മിലുള്ള കണക്ഷൻ, ലിങ്ക് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇത് അത്തരത്തിലുള്ളൊരു ഗ്ലോബൽ പോപ്പുലാരിറ്റി ഇതിന് ലഭിച്ചപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഒരു രക്ഷയില്ല, കൂരുപൊട്ടി ഒലിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പലവിധ അടവുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞു, മറ്റേ ബറേലിൽ ഒരു യുവാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗിയെ കുംഭമേള കഴിയുന്നതിന് മുന്നേ തന്നെ യോഗിയുടെ തല വെട്ടുന്നൊക്കെ. അവനെ ഉത്തർപ്രദേശ് പോലീസ് പൊക്കിയിടിച്ച് പപ്പടമൊക്കെ വീഡിയോ അവർ തന്നെ പുറത്തു വിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ബറേലിലെ കുറച്ച് ഉസ്താദുമാർ സന്യാസവേഷം കെട്ട് അവിടെ പ്രവേശിക്കുകയും അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഉത്തർപ്രദേശ് പോലീസ് പുറത്തു വിട്ടില്ല. എന്തിനും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവന്മാരുടെ ഒരേ ലക്ഷ്യം കുംഭമേള കലക്കുക എന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അതിലപ്പുറത്ത് ഒരു ലക്ഷ്യം ഇവന്മാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഇതൊക്കെ ഹറാമാണല്ലോ, ഈ മന്ത്രോച്ചാരണങ്ങൾ ഉച്ചരിക്കുന്നത്, അതൊക്കെ ഇവർക്ക് ഹറാമാണ്. അപ്പോൾ അങ്ങനെ ഹറാമായ ഒരു സംഭവം നടക്കുന്നതിനിടയിലേക്ക് ഹറാമായ സന്യാസ വേഷം ധരിച്ച് എന്തുകൊണ്ട് ഇവർ വന്നു? അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് യു പി പോലീസ് പുറത്തു വിട്ടില്ല. പക്ഷേ പ്രാഥമിക വിവരം അന്വേഷിച്ച് ഇവർ കുംഭമേള കലക്കാൻ തന്നെയായിരുന്നു ഒരു ഉദ്ദേശം എന്നാണ്. അപ്പോൾ ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉത്തർപ്രദേശ് ഇവരുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ യോഗിയുടെ ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള ആൻറ്റി നാഷണൽ, ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഹിന്ദു ആക്ടിവിറ്റി ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരുടെ കഥ കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തരത്തിലെ യോഗി ആദിത്യനാഥിൻ്റെ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം നടക്കുമ്പോൾ അഭ്യാസം കളിച്ചു കഴിഞ്ഞാൽ പണി പാളുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മക്കളെ. അതിന് ഏത് ഉസ്താദായാലും വേണ്ടില്ല, അവൻ്റെ പരിപ്പിളക്കിരിക്കും. അവൻ എന്താണ് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തായിരിക്കും, വിചാരിക്കുന്നത് അപ്പുറത്തായിരിക്കും, അതുക്കും മേലെയായിരിക്കും, അവൻ ചിന്തിക്കുന്നതിൽ അതുക്കും മേലെയായിരിക്കും അവന് കിട്ടാമെന്ന ശിക്ഷ. എന്തായാലും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.